ചിലർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ മനപ്പൊരുത്തം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ബാക്കി ജാതകത്തിലെ കാര്യം നോക്കണമോ എന്ന്. മനപ്പൊരുത്തം എന്നൊരു പൊരുത്തം ജാതകത്തിലില്ല. ഈ ജ്യോതിഷത്തില് ജാതകം എന്ന് പറയുന്നതാണ് 90% ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ 10% പ്രാധാന്യമേ ഉള്ളൂ പൊരുത്തം, നിമിത്തം, ശകുനം ഇവയ്ക്ക്. 90% പ്രാധാന്യം ഒരു വ്യക്തിയുടെ ജീവിതത്തെ വിലയിരുത്താനാണ് ജാതകം ഉപയോഗിക്കുക. ഈ പൊരുത്തവും ശകുനവും നിമിത്തവും ഒന്നും ഒരിക്കലും അത്ര പ്രാധാന്യത്തോടു കൂടി നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് തന്നെ ആർബിട്രറി ചില നമ്പറുകളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. അതായത് 15 നാളിന് അപ്പുറത്തുള്ള നാളിലുള്ള പുരുഷനെയാണ് വിവാഹം കഴിക്കേണ്ടത്. അതിന് കാരണമൊന്നും പറഞ്ഞിട്ടില്ല. സ്ത്രീ ദീർഘം ഒന്നും പറഞ്ഞിട്ടില്ല. യോനി പൊരുത്തം എന്ന് പറഞ്ഞാൽ എന്ത് അബദ്ധത്തിലാണ് വിശ്വസിച്ചിരിക്കുന്ന ഓരോരുത്തരറിയോ? അതായത് മനുഷ്യനെ 27 നക്ഷത്രത്തില് പെട്ടിരിക്കുന്ന വ്യക്തികളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുക. ഒന്ന് പുരുഷ യോനിയിൽ ജനിച്ചവര്, സ്ത്രീ യോനിയിൽ ജനിച്ചവര്. മറ്റൊരർത്ഥത്തില് അശ്വതി ഭരണിയില് ആര് ജനിച്ചാലും അവർ പുരുഷ യോനിയിൽ ജനിച്ചവരാണ്. കാർത്തിക, രോഹിണി, മകീരം 3 നക്ഷത്രത്തിൽ ജനിച്ചവർ, ആണായാലും പെണ്ണായാലും അത് സ്ത്രീ യോനി എന്നാ പറയുക. അപ്പോ ആണും പെണ്ണും പുരുഷ യോനി ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ആണ് പുരുഷ യോനിയിലും പെണ്ണ് സ്ത്രീ യോനിയും ആണെങ്കിലാണ് ചേർച്ചയുള്ളത്. വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വെറും ജാതകത്തിൽ മാത്രം ഒരാൾ പുരുഷ യോനിയാണോ സ്ത്രീ യോനിയാണോ എന്ന് ആ മനുഷ്യരെ തന്നെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും ഇല്ല. എന്തായാലും പൊരുത്തത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. കാരണം അത്രയും അധികം അന്ധവിശ്വാസവും ചതിക്കലും വഞ്ചിക്കലും പറ്റിക്കലും മാത്രമാണ് ഇപ്പൊ പൊരുത്തം നോക്കുന്നതിനെ കുറിച്ച് നടക്കുന്നത്. പിന്നെ പറയാൻ ഉദ്ദേശിച്ചത് ഈ മനപ്പൊരുത്തം എന്നുള്ളത് 10 പൊരുത്തങ്ങളിൽ രാശിപ്പൊരുത്തം, രാശ്യാധിപ പൊരുത്തം, രജ്ജുപൊരുത്തം, മഹേന്ദ്ര പൊരുത്തം, സ്ത്രീ ദീർഘപ്പൊരുത്തം, യോനിപ്പൊരുത്തം, ഗണപ്പൊരുത്തം, അതേപോലെ തന്നെ ഉള്ള പൊരുത്തങ്ങളിൽ രജ്ജുപൊരുത്തം, വേദപ്പൊരുത്തം, ഈ 10 പൊരുത്തങ്ങൾ എടുത്താൽ അതിൽ ഒന്നിലുമില്ലാത്തതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. ശരിക്കും മനപ്പൊരുത്തം എന്ന് പറഞ്ഞ് പലരും ചോദിക്കാറുള്ളത്, എൻ്റെ മകൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എൻ്റെ മകൾ ഒരു ആണിനെ ഇഷ്ടപ്പെടുന്നു, നല്ല മനപ്പൊരുത്തമുണ്ട്, അവർ തമ്മിൽ കിട്ടുന്നതിൽ കുഴപ്പമുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചാറുള്ളത്. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളുടെ മകനും മകളും തമ്മിൽ പൊരുത്തം ഇല്ലെങ്കിൽ തന്നെ കിട്ടുന്നതിൽ എനിക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാൻ പറയാറില്ല. അവർ പലപ്പോഴും ദേഷ്യപ്പെടാറുമുണ്ട്. പക്ഷെ ശരിക്കും മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കൂടി ഒന്ന് പറയാം. അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ കല്യാണം കഴിച്ചത് ജാതകം നോക്കിയിട്ടൊന്നുമല്ല. 6 വർഷം പ്രൊഫസർ മുത്തുസ്വാമിയുടെ കീഴിൽ ജ്യോതിഷം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. എന്റെ നക്ഷത്രം തിരുവോണാണ്, എന്റെ ഭാര്യയുടെ നക്ഷത്രം പൂരാടാണ്. പൂരാടം, ഉത്രാടം, തിരുവോണം 3 ആളാണ് ഞങ്ങൾ. അവള് കർത്തവാവാണ്, ഞാൻ വെളുത്തവാവാണ്. അപ്പോഴും 33 കൊല്ലമായി ഞങ്ങൾ തമ്മിൽ ഒരു പ്രോബ്ലം ഇല്ല. എന്റെ മകളുടെ വിവാഹം നടത്തിയത് ജാതകം നോക്കിയിട്ടല്ല. ഇതൊരു പേഴ്സണൽ കാര്യം നിങ്ങളോട് പറഞ്ഞതല്ല. എന്നെ കൂടി ചേർത്ത് പറയുമ്പോൾ ഞാൻ പറയുന്ന കമന്റിന് വാലിഡിറ്റി ഉണ്ട്, കുറെ കൂടി കൂടുതലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഈ മനപ്പൊരുത്തം എന്ന് പറയുന്നത് ശരിക്ക് നല്ല ഒരു ജ്യോത്സ്യനെ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു ജ്യോത്സ്യനുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നല്ലൊരു ജ്യോത്സ്യൻ കാണുമായിരിക്കാം, 1-2 പേരെങ്കിലും അവിടെ കാണുമായിരിക്കാം. നല്ല ഡോക്ടർ, നല്ല ഹോട്ടല്, നല്ല വീട്, നല്ല കടക്കാരൻ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതുമാതിരി നല്ല ജ്യോത്സ്യം വല്ലതും ഉണ്ടാവുമായിരിക്കാം. അയാളുടെ അടുത്ത് ഈ ആണിന്റെ ജാതകം കൊടുക്കണം. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറയണം, വരും വരായികകളെല്ലാം. ഇനിയുള്ള കാലത്തെ എഴുതിയാൽ മതി, ഭൂതകാലം എഴുതണ്ട. ഭൂതകാലം എഴുതിയാലും നല്ലത് തന്നെയാണ്. അതൊരു 10-25 പേജ് വരും. പക്ഷെ ജാതകത്തിനെ കുറിച്ചുള്ള കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ട് എടുത്താൽ കാൽക്കുലേഷൻ അല്ല, കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ട് പെർഫെക്റ്റ് ആയിരിക്കും. പ്രഡിക്ഷൻ ബാർക്ക് കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ടിൽ പെർഫെക്റ്റ് ആവണം നിർബന്ധമില്ല. അതിന് ലോജിക്കൊന്നും ഇല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയോ? കൊപ്ര ഈസ് ഈക്വൽ ടു തേങ്ങാപ്പിണ്ണാക്ക പ്ലസ് വെളിച്ചെണ്ണ. കമ്പ്യൂട്ടറിനോട് ചോദിച്ചു എന്ന് വിചാരിക്കാം, തേങ്ങാപ്പിണ്ണാക്ക പ്ലസ് വെളിച്ചെണ്ണ ഈസ് ഈക്വൽ ടു എന്താണെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ എന്ത് പറയും? കൊപ്ര എന്ന് പറയും. ശരിക്കും തേങ്ങാപ്പിണ്ണാക്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കൊപ്രയാവുമോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ ലോജിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കില്ല. കമ്പ്യൂട്ടറിന് തിങ്കിങ് കപ്പാസിറ്റി ഇല്ല, ഊഹാപോഹ പടുവ അല്ല കമ്പ്യൂട്ടർ.
അപ്പോൾ ജാതകം എഴുതാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഉണ്ടെങ്കിൽ, എനിക്ക് അങ്ങനെ ആരും ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം കാശിന് വേണ്ടി ചെയ്യുന്നവർ, യുവർ ഇഗ്നോറൻസ് ഈസ് മൈ ബ്ലിസ് എന്ന് പറഞ്ഞ് ചെയ്യുന്നവരുമാണ്. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ അയാൾ ആണിന്റെ ജാതകം കംപ്ലീറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അത് കയ്യിൽ മേടിക്കാം, എന്നിട്ട് പെണ്ണിന്റെ ജാതകം കൊടുക്കാം. അതും അതേപോലെ ഫുള്ളായിട്ട് എഴുതാൻ പറയാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആണിന്റെ ജാതകം പെണ്ണിന്റെ കയ്യിൽ കൊടുക്കാം, പെണ്ണിന്റെ ജാതകം ആണിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ സ്വഭാവപ്രകാരം നിങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ യോജിച്ചു പോകുമോ എന്ന് മാനസികമായിട്ട് ചിന്തിക്കാം. മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമോ എന്ന് ചിന്തിക്കാനുള്ള ഭാവികാല വിവരണമാണ് 2 പുസ്തകങ്ങളിൽ 2 പേരെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. അതിൽ ആണിന്റെ മാനസികമായിട്ടുള്ള അവസ്ഥയും ജീവിതാവസ്ഥയും പെണ്ണിന്റെ കയ്യിലും, പെണ്ണിൻ്റെത് ആണിന്റെ കയ്യിലും കൊടുത്തിട്ട് അവർ തറവായിട്ട് പഠിച്ചിട്ട് അവർക്ക് തമ്മിൽ യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് അവർ എഗ്രി ചെയ്താൽ പറയേണ്ടതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു മനപ്പൊരുത്തമില്ല. വഴിയെ കൂടെ പോകുമ്പോൾ എയർപോർട്ടിലേക്ക് പോയി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എയർ ഹോസ്റ്റസ് നല്ല ഭംഗിയുള്ള പെണ്ണാണ്. അവളൊരു ജ്യൂസ് തന്നു, അവളെ ഒന്ന് വലത്തേ കണ്ണുകൊണ്ടെന്ന് അടച്ചു കാണിച്ചു, അവൾക്ക് പ്രേമമുണ്ടായി. അപ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് അവർ പ്രേമിച്ചു. ഇറങ്ങിയപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് വിവാഹം കഴിച്ചു. തിരിച്ച് ഫ്ലൈറ്റിൽ പോകുമ്പോഴത്തേക്കും ഡൈവോഴ്സും ചെയ്തു. ഇതെല്ലാം മനപ്പൊരുത്തം. ഇങ്ങനെ അപ്പപ്പ തോന്നുന്ന വികാര ജടിലമായിട്ടുള്ള ഒരു അട്രാക്ഷനോ അറ്റാച്ച്മെന്റോ ബോണ്ടേജോ അല്ല മനപ്പൊരുത്തം. അതെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ജാതകം എന്ന് പറയുന്നത് വെറും ചൂണ്ടുപലകയാണ്. ജാതകം ഒരു ഗ്രഹവും ഒന്നും ആർക്കും തരുന്നില്ല. സൂര്യൻ എന്ന് പറയുന്നത് ഗ്രഹമാണ്, പ്ലാനറ്റ് അല്ല. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ്, പ്ലാനറ്റ് അല്ല. രാഹു ഗ്രഹമാണ്, പ്ലാനറ്റ് അല്ല. അതേ സമയത്ത് കേതുവും ഗ്രഹമാണ്, പ്ലാനറ്റ് അല്ല. ചൊവ്വ ഗ്രഹവുമാണ്, പ്ലാനറ്റുമാണ്. ബുധൻ ഗ്രഹവുമാണ്, പ്ലാനറ്റുമാണ്. ഗ്രഹം എന്നുള്ളതിന്റെ ട്രാൻസ്ലേഷൻ അല്ല പ്ലാനറ്റ്. പ്ലാനറ്റിന്റെ ട്രാൻസ്ലേഷൻ താരാഗ്രഹം. നമ്മുടെ പൂർവികർക്ക് തെറ്റുപറ്റിയിട്ടില്ല, കൈകാര്യം ചെയ്യുന്ന പലർക്കുമാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. ജാതകം അവസാനത്തെ വാക്കായിട്ട് നമ്മൾ ആരും എടുത്തിട്ടില്ല. ശ്രീകൃഷ്ണൻ വിവാഹം കഴിച്ച് രുക്മിണിയെയോ സത്യഭാമയെയോ ജാമ്പവതിയോ വിവാഹം കഴിച്ചത് ജാതകം നോക്കിയിട്ടല്ല. ശ്രീരാമനും സീതയും തമ്മിൽ ശ്രീരാമന്റെ ബ്രദേഴ്സ് അവരവര് കെട്ടിയ പെണ്ണിനെ കെട്ടിയപ്പോൾ ജാതകം നോക്കിയത് വസിഷ്ഠ മഹർഷിയാണ്. പക്ഷെ അവർ സ്വസ്ഥമായിട്ടൊന്നും ജീവിച്ചിട്ടില്ല. അവർക്ക് ജീവിതത്തിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജാതക പൊരുത്തം എന്ന് പറയുന്നത് ഒരു ചൂണ്ടുപലകയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുക. നല്ല കുടുംബം, നല്ല തറവാട്, നല്ല വിദ്യാഭ്യാസം, സത്സ്വഭാവം, ഇതാണ് 10 പൊരുത്തം. ആ 10 പൊരുത്തം ഞാൻ പറഞ്ഞുതരാം. നല്ല കുടുംബത്തിൽ ജനിക്കാം, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, ശാന്ത സ്വഭാവം ഉണ്ടാവും, കാണുമ്പോൾ ഭംഗി ഉണ്ടാവുക, പെരുമാറാനുള്ള അറിവുണ്ടാവുക, നല്ല സസ്യാഹാരം കഴിച്ച് ജീവിക്കുന്നവരാവുക. പിന്നെ ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുവിനെ തന്നെ വിവാഹം കഴിക്കാം. അത് ഞാൻ നിർബന്ധമായി പറയും. മറ്റുള്ളവരെ വിവാഹം കഴിച്ചാൽ പിന്നെ അവർ നിങ്ങളുടെ കുടുംബത്തെ മൊത്തം കൺവെർട്ട് ചെയ്യുന്നത് വരെ സ്വസ്ഥത തരില്ല. എല്ലാവരുടെയും കാര്യത്തിലല്ല, ചിലരുടെയും കാര്യത്തിൽ. അച്ഛനമ്മമാർക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുക, നല്ല രീതിയിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു തറവാട്ടിൽ ജനിച്ചവരാണോ എന്ന് നോക്കാം. കള്ളക്കടത്തും കൈക്കൂലിയും തിന്മയും ചെയ്യാത്തവരാവുക, കള്ളക്കടത്തും കൈക്കൂലിയും തിന്മകളും ചെയ്യാത്തവരാവാം. സമൂഹം ബഹുമാനിക്കുന്നവരുടെ വിഭാഗത്തിൽ പെടുന്നില്ലെങ്കിലും സമൂഹം വെറുക്കുന്നവരുടെ വിഭാഗത്തിൽ പെടാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുക. ഇങ്ങനെ 10 പൊരുത്താണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലാതെ രജ്ജു പൊരുത്തവും മഹേന്ദ്ര പൊരുത്തവും ദീർഘപ്പൊരുത്തവും വേദപ്പൊരുത്തവും അതുപോലെ തന്നെ ദിനപ്പൊരുത്തവും അങ്ങനെ കുറേ പൊരുത്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വേദപ്പൊരുത്തം, രാശിപ്പൊരുത്തം, രാശാധിപ പൊരുത്തം എന്നീ 10 പൊരുത്തങ്ങളുടെ പുറകെ പോകുന്നതിന് പകരം വേണമെങ്കിൽ പൊക്കോളും. എൻ്റെ ചേച്ചിയുടെ വിവാഹം, എൻ്റെ അച്ഛൻ ഇതിലൊക്കെ നല്ല വിശ്വാസമുള്ള ചേച്ചിയുടെ വിവാഹം നടത്തിയത് എങ്ങനെ അറിയാം? ഒരു പാക്കറ്റിൽ വെളുത്ത പൂ വെച്ചു, മറ്റേ പാക്കറ്റിൽ കറുത്ത പൂ വെച്ചു. എന്നിട്ട് ഇത് പൂർണ്ണത്രൈശ ക്ഷേത്രത്തിന് തൃപ്പൂണിത്തുറ കൊണ്ട് വെച്ചു. എന്നിട്ട് ഒരു കുട്ടിയോട് വെളുത്ത പൂ എടുക്കാൻ പറഞ്ഞു. കൃത്യമായിട്ട് ഞാൻ പറയാം, 2 പാക്കറ്റിന്റെയും ഉള്ളിലെ പൂ എന്താണെന്ന് ഏകദേശം പുറത്തുനിന്ന് നോക്കിയാൽ കാണാം. വെളുത്ത പൂ എടുക്കാൻ അച്ഛൻ പറഞ്ഞു. ആ കുട്ടി പോയി വെളുത്ത പൂ എടുത്തു. അപ്പൊ യോജിപ്പുണ്ടെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു കൊടുത്തു. നാളൊന്നും നോക്കിയിട്ടല്ല. എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊക്കെ ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് പട്ടികൾ കല്യാണം കഴിക്കുന്ന മാതിരിയോ പശുക്കൾ കല്യാണം കഴിക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ സെക്ഷുവൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന മാതിരിയോ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഏതെങ്കിലുമൊക്കെ ചടങ്ങുകളും ആചാരങ്ങളൊക്കെ നല്ലതാണ്. ജാതകം കൊടുക്കല്,
അതിൽ പങ്കെടുക്കുന്നവർക്ക് പെണ്ണിന്റെയും ആണിന്റെയും തറവാട് സ്വഭാവമൊക്കെ മനസ്സിലാക്കാൻ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡും കൂടിയാണ് ജാതകം കൊടുക്കും ബാക്കിയുള്ളതൊക്കെ. പക്ഷെ ഈ ജാതകമാണ് അവസാനത്തേത് എന്ന് പറയുമ്പോൾ ഈ 10 പൊരുത്തവും യഥാർത്ഥത്തിൽ ജാതകത്തിൽ 12 രാശികളുമായിട്ട് വളരെ കുറച്ച് ബന്ധമേ ഉള്ളൂ, മറ്റ് ഗ്രഹങ്ങളുമായിട്ട് വളരെ കുറച്ച് ബന്ധമേ ഉള്ളൂ എന്നുകൂടി മനസ്സിലാക്കാം. ഏതായാലും പൊരുത്തത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ